നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. പിന്നെ അത് കുറച്ച് ഒരു 5-6 ദിവസമേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. സെക്കൻഡ് ചാനലാണ്. അപ്പോൾ ആദ്യത്തെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. പിന്നെ നിങ്ങളുമായിട്ടൊരു എനർജി എനിക്ക് കണക്ട് ചെയ്യണമെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ വേണം, അതും കൂടെ പറയാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഞാനുമായിട്ട് കണക്റ്റ് ആവും, അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ടു ഓഫ് പെന്റക്കിൾ, ജഡ്ജ്മെന്റ്, ഡെത്ത്, സോഴ്സും വാൺസും ഒക്കെ വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെന്റക്കിളാണ്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ എനിക്ക് പറയാൻ തോന്നിയത്, നിങ്ങളുടെ ഏതോ ഒരു പ്രശ്നം, നിങ്ങൾ ഇതുവരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നം, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ച, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച, നിങ്ങളത് ഒരിക്കലും മാറൂല എന്ന് വിചാരിച്ച ആ ഒരു പ്രശ്നം എൻ്റെ ആകുന്നുണ്ട് കേട്ടോ. അതിന് ആ ഒരു കാര്യത്തിന് ചിലപ്പോൾ ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ചായിരിക്കും, നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു പ്രശ്നം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കാർഡുകൾ എടുത്തിട്ട് ഉടനെ പറഞ്ഞതാണ്. ഏതോ ഒരു കാര്യത്തിന്, കാരണം നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ, മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായിപ്പോയി ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഇതൊരു സിറ്റുവേഷനോ ആണ്. അപ്പോൾ നിങ്ങളിത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു പ്രോഗ്രസ് ഉണ്ടാവുമോ, ഇത് മാറുമോ, ഇത് എൻ്റെ ലൈഫിൽ ഇനി അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് നിങ്ങളത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വെയിറ്റ് ചെയ്തിരുന്ന കാര്യത്തിന് ജഡ്ജ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് അതെൻ്റെ ആകുന്നു. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, നിങ്ങൾ ഇപ്പം ഫേസ് ചെയ്യുന്ന ആ ഒരു വലിയൊരു കാര്യം, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, നിങ്ങളെ ഉയർച്ചയ്ക്ക് നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്തതും മറ്റുള്ളവരായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തതുമായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കാര്യത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇന്നേ ദിവസമുണ്ട്. അത് എൻ്റെ ആകുന്നു എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ ചിലർക്ക് ഇത് കോർട്ടിൽ നടക്കുന്ന ഒരു കേസും കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കേസിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് ഈ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ ആകുന്നു. കാരണം 10-10 ആണ് വന്നിട്ട്, 10 ഓഫ് വാൺസും 10 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്, ഈ ഇതിൻ്റെ വിധി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ അതൊരു ജോലി സംബന്ധമായ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് പ്രശ്നമായിരിക്കാം, ചിലർക്ക് അതൊരു കോർട്ടിൽ തന്നെ നടക്കുന്ന ഒരു കേസുമാണ്. എന്ത് തന്നെ ആയാലും അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് എൻ്റെ ആകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏകദേശം എൻഡിങ് ഫേസിലെത്തി എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരുന്നൊരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, നിങ്ങളുടെ കയ്യിലല്ലാത്തൊരു കാര്യമായിരുന്നു ഇത്. അങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും മാറി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചേഞ്ചാണ്, ഈ ഒരു ഫുൾ സിറ്റുവേഷന് ചേഞ്ച് വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ടേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരി ചലഞ്ച് ഫേസ് ചെയ്തിരുന്ന ആൾക്കാരാണ്. ആ സിറ്റുവേഷനിൽ നിന്നും വളരെ കൂളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ ചലഞ്ചൊക്കെ മാറിയിട്ട് വളരെ കൂളായിട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. അത് എന്ത് കാര്യമാണ് എന്ന് ഒന്നുകൂടി നോക്കാം. എന്തായാലും എൻഡിങ് ആണ്, അത് കാണുന്നുണ്ട്. എൻ്റെ ആണ്, ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ വന്നൊരു മാറ്റമായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ടും നമ്മൾ റിപ്പീറ്റേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അത് ആവർത്തിച്ച് കാണിക്കുന്നത്, അത്
കറക്റ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ റിപ്പീറ്റേഷൻ വരുന്നത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് വീണ്ടും കൃത്യമായിട്ടും ആ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡിൻ്റെ താഴെ തന്നെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഇന്നൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ദിവസമാണ്, അത് ഇന്ന് തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. പലർക്കും ഇത് ഇന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, അത് കൺഫേം ആണ്. ഈ ഡെത്തായി കഴിഞ്ഞിട്ട് കിട്ടിയത് എംപററാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയത്, അത് നിങ്ങളുടെ സ്ഥാനമായിരിക്കാം, നിങ്ങളുടെ കാശായിരിക്കാം. അപ്പോൾ ഈ എന്ത് തന്നെ നഷ്ടപ്പെട്ടു പോയാലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പൂർവാധിക ശക്തിയിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നോ ആ സ്ഥാനം തിരിച്ചു വരുന്നു. അത് ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ അതും തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരാണെങ്കിൽ ആ ജോലി, ഈ ഒരു ഫേസ് എൻ്റെ ആയി, ആ ജോലി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ ആളുകൾ സംശയിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ, മറ്റുള്ളവർ സംശയിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടി നിങ്ങളെ ചിലപ്പം മാറ്റി നിർത്തിയിരുന്നെങ്കിൽ നിങ്ങളെ തിരിച്ച് ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, വേറെ ഏത് സാഹചര്യവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ആയത് തിരിച്ച് നിങ്ങളുടെ ആ ഒരു പഴയ സ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്തിയെന്ന് കാണുന്നുണ്ട്, പഴയ പൊസിഷനിലേക്ക് എത്തിയെന്ന് കാണുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഒരു ഓഫറിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഓഫർ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരും എന്ന് കാണുന്നുണ്ട്. പിന്നെ ടവറാണ്, 10 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് വന്നത്, ടവറാണ്. അപ്പോൾ അത് ചേഞ്ച് ആണ്. എന്തായാലും ഈ സ്റ്റക്ക് ആയിരുന്നിടത്ത് നിന്ന് മൂവിങ് ആയി തുടങ്ങി എന്നുള്ളതാണ്. സ്റ്റക്ക് ആയിരുന്നു നിങ്ങൾ, മൂവിങ് ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്ക് ആയിരുന്നെങ്കിൽ ആ സ്റ്റക്ക് സിറ്റുവേഷന് ഒരു പൂർണ്ണമായും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഡിഫെൻസീവായി നിന്ന ആൾക്കാർ, ചിലപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരുന്ന ആൾക്കാർ, ചിലപ്പോൾ അത് നിങ്ങളും ആകാം. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞുള്ളത് വളരെ ടെൻസ്ഡ് ആയിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങളൊന്ന് കാമായി എന്നുള്ളതാണ്. ഈ ഒരു വിധി വന്നപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് കാമായി എന്നും കാണുന്നുണ്ട്. 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഭയങ്കര ശരിക്കും നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരുപാട് ഭാരം ചുമലിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സന്തോഷങ്ങൾ വന്നാലും നിങ്ങളത് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണില്ല. പക്ഷെ ആ ഒരു കാര്യം എൻ്റായി നിങ്ങളൊന്ന് 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ചിലപ്പം പുറത്ത് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ത്രീ ഓഫ് വാൻസ് ആണ്. നിങ്ങളൊരു ക്രോസ് റോഡിൽ ഇരിക്കുകയായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഒന്നും എന്ത് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യത്തിന് നിങ്ങളല്ല തീരുമാനം എടുക്കേണ്ടത്, അത് വേറെ എവിടെന്നോ വരേണ്ട ഒരു തീരുമാനമായിരുന്നു. അപ്പൊ അത് ആ ഒരു തീരുമാനം വരാത്തത് കൊണ്ട്, അതിനൊരു ജഡ്ജ്മെന്റ് വരാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുകയായിരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകാനൊരു വഴി ദൈവം കാണിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള വഴിയും ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട്. 5 ഓഫ് സോർഡ്സ് ആണ്, 6 ഓഫ് വാൻസ്, 9 ഓഫ് കപ്സ്. നിങ്ങളെ കൂടെ നിന്ന് ആരോ ഒരു ചതിച്ചു എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും കൂടി നിങ്ങളെ ചതിച്ചു എന്ന് കാണുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് വലിയ വിജയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ്. ഈ ഒരു മെസ്സേജസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഞാനത് വീണ്ടും പറയുന്നതാണ് കേട്ടോ. അടുത്ത കാർഡ്സിൽ വീണ്ടും സെയിം മെസ്സേജാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാനത് പറയുന്നത്. ഒരു ചതി പറ്റിയിടത്തുനിന്ന്, ആ ചതിച്ച ആ ഒരു ഇതിന്ന് വീണ്ടും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അനുഗ്രഹം ദൈവമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റക്കായിരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. മൂവ്മെന്റ് ഇല്ല, നിങ്ങൾക്ക് സ്റ്റക്കായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി ദൈവം കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, കുറേ ആൾക്കാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കാം. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസമായിരിക്കാം. സ്പിരിച്വൽ സ്ട്രെങ്ത്, ഇമോഷണൽ ലോസ്, ട്രാപ്ഡ് ആൻഡ് ഫിയർ.
8 ഫാൻസ്, 8 സോഴ്സ്, 10. ഇത് 8 ഫാൻസും 8 സോഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നഷ്ടബോധമാണ്. നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. ചിന്തിക്കാതെ നിങ്ങളൊരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ സാധ്യതകളൊന്നും കാണാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാതെ നിങ്ങൾ വിഷമിച്ചിരുന്ന ആൾക്കാരായിരിക്കും. ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ തന്നെയായിരുന്നു നിങ്ങളെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് 8 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശനിയാണ്. അപ്പോൾ അതിന്ന് മാറിയിട്ട് നിങ്ങളുടെ ആ ശനിയുടെ ചിലപ്പോൾ എന്തെങ്കിലും ദോഷം ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു ശനിയുടെ ദോഷമൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വരുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് ദൈവാധീനം വരുന്നു എന്നാണ് കേട്ടോ. അപ്പം ശനി നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 8 ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഈ ശനി നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശനി മാറുന്നുണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ കർമ്മ നിങ്ങൾ അനുഭവിച്ച് തീർത്തിട്ടുണ്ടായിരിക്കാം. ശനി ഭഗവാൻ എന്ന് പറയുന്നത് തുലാസാണ്. നമ്മൾ എന്ത് കർമ്മ ചെയ്താലും, അത് പാസ്റ്റ് ലൈഫിലെ ആകട്ടെ, കർമ്മ ചെയ്താൽ അത് ഇങ്ങനെ തുലാസം വെച്ചുകൊണ്ടിരുന്ന് അവിടെ എന്താണ് ചെയ്യേണ്ടത് അവിടെ ചെയ്യും. അപ്പോൾ ആ ഒരു കർമ്മഫലം എൻ്റെ ആയി എന്ന് കാണുന്നുണ്ട്. 10 ഓഫ് സോഴ്സും 10 ഓഫ് വാൺസും നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന, ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ലൈഫിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് എന്തായാലും തീർന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഡെസ്റ്റിനി 10 ആണ്. അടുത്ത ഡെസ്റ്റിനി വന്നത് 10 ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണത് കിട്ടുന്നത്. നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ടു എന്നുള്ള. അടുത്ത 9 ആണ് വന്നത്. 8, 9, 10 ആണ് ഈ കാർഡുകൾ. 8, 9, 10. അപ്പോൾ ഇത് എൻ്റെ ആയി. നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നു എന്നുള്ളതാണ്. ദൈവാനുഗ്രഹം വന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചലഞ്ചസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന വലിയ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങൾ മാറ്റി. അത് നിങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ ദൈവാധീനം കൊണ്ടത് മാറിപ്പോയതായിരിക്കാം. ഈ ഒരു കാർഡിൽ കുറച്ച് ദൈവാധീനം വന്നു എന്നുള്ളതാണ് കാണുന്നത്, ഈ കാണുന്ന എല്ലാ പേർക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ കൂടുതൽ 10 വന്നിട്ട് 10 ഓഫ് വാൺസ്, 10 ഓഫ് സോഴ്സ്, ഡെസ്റ്റിനി വന്നിട്ടുള്ളത് 10 ആണ്. അപ്പോൾ എന്തായാലും പുതിയ തുടക്കമാണ് നിങ്ങൾക്ക്. അതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ ആ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി റിസീവ് ചെയ്യുക. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കർമ്മ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കർമ്മയ്ക്ക് നമ്മൾ മാപ്പ് പറയുക. നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവരെ ബ്ലെസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ ഒരു ബാഡ് എനർജിയിൽ എണീക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങൾ ചതിക്കുകയോ പറ്റിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്ത ആൾക്കാർക്ക് രാവിലെ തന്നെ അവരുടെ മുഖം നമ്മളെ ഓർമ്മ വരുന്നത് എന്നാലും അവരെങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു എനർജി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, അവരോട് ദൈവം പൊറുക്കട്ടെ, അവർക്കെല്ലാം നന്മ വരട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുക. നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. ഇതല്ലാതെ വേറെ വഴിയില്ല. മറ്റൊരാൾ നമ്മളെ പറ്റിച്ച വേറൊരാളിനോട് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഈ ഒരു ടെക്നിക്കിലൂടെയാണ് നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് ഇത് നമുക്കാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചങ്ങ് ചെയ്യുക. അപ്പോൾ ആത്മാർത്ഥമായിട്ട് അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തിട്ട് നമ്മൾ അവരെ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. അവർക്ക് നന്മ വരട്ടെ, അവർക്ക് തിരിച്ചറിവ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് ആ മാറ്റവും വരും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം നമ്മളുടെ മനസ്സ് നമ്മളൊന്ന് കാമാക്കും. നമുക്ക് നന്മ വരും. അതുകൊണ്ട് നമുക്ക് നന്മ മാത്രമേ വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു ദോഷം വരില്ല. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.